നിത്യം നടക്കുന്ന നമ്മുടെ ഹൈവേകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇതുപോലുള്ള ഭീമമായ ശബ്ദം പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാകും. എന്താണിത്? ഇത് അടുത്തുള്ള ബിൽഡിങ്ങുകൾ, സ്ട്രക്ചറുകൾ എന്നിവയുടെ ബലത്തെയും നിലനിൽപ്പിനെയും ബാധിക്കുമോ? ടെക്കി മീഡിയയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഗ്രൗണ്ടിൽ ഉയരമുള്ള പാലങ്ങൾ, ഫ്ലൈ ഓവർ, വയഡക്റ്റ്, കെട്ടിടങ്ങൾ എന്നിവ എങ്ങനെയാണ് സ്ഥിരമായി നിലകൊള്ളുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഇതിന് കാരണം എഞ്ചിനീയറിംഗിലെ നിർണായക ഘടകമായ പൈലിംഗ് ആണ്. കെട്ടിടങ്ങൾ, പാലങ്ങൾ, മറ്റു സ്ട്രക്ചറുകൾ എന്നിവയ്ക്ക് ആഴത്തിലുള്ള അടിത്തറ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു നിർമ്മാണ സാങ്കേതിക വിദ്യയാണ് പൈലിംഗ്. കൊടുങ്കാറ്റിൽ ഒരു മരത്തെ വേരുകൾ പിടിച്ചു നിർത്തുന്നതുപോലെ കെട്ടിടങ്ങളെയും പാലങ്ങളെയും സുരക്ഷിതമായി പിടിച്ചു നിർത്തുന്നതാണ് പൈലിംഗ്, പ്രത്യേകിച്ച് മണ്ണ് അസ്ഥിരവും നിർമ്മാണത്തിന് അനുയോജ്യമല്ലാത്തതുമായ പ്രദേശങ്ങളിൽ. മണ്ണിന്റെ ബിയറിംഗ് കപ്പാസിറ്റി വർദ്ധിപ്പിക്കുന്നതിനായി ചുറ്റികയോ വൈബ്രേഷൻ ഫോഴ്സോ ഉപയോഗിച്ച് ഒരു പൈലിനെ മണ്ണിനടിയിലേക്ക് ഡ്രൈവ് ചെയ്തിറക്കുന്ന നിർമ്മാണ സാങ്കേതിക വിദ്യയാണ് ഡ്രിവൺ പൈലിംഗ്. തടി, സ്റ്റീൽ, പ്രീകാസ്റ്റ് കോൺക്രീറ്റ് തുടങ്ങിയ മെറ്റീരിയൽസ് ആണ് ഡ്രിവൺ പൈൽസ് നിർമ്മിക്കാൻ സാധാരണയായി ഉപയോഗിക്കാറ്. ഗ്രൗണ്ട് കണ്ടീഷൻസ് മാറിക്കൊണ്ടിരിക്കുന്ന പ്രദേശങ്ങൾ, മൃദുവായ മണ്ണിന്റെ കട്ടിയുള്ള പാളികളോട് കൂടിയതോ ഉയർന്ന ജലവിധാനത്തോടു കൂടിയതോ ആയ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിലാണ് ഈ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നത്. ബോർഡ് പൈലിംഗ്. നിലത്ത് വൃത്താകൃതിയിലുള്ള ദ്വാരമുണ്ടാക്കി അതിൽ സ്റ്റീൽ ഇറക്കി കോൺക്രീറ്റിനാൽ ബലപ്പെടുത്തി നിർമ്മിക്കുന്ന പൈലിംഗ് സാങ്കേതിക വിദ്യയാണ് ബോർഡ് പൈലിംഗ്. റോഡ് അല്ലെങ്കിൽ പാലം നിർമ്മാണം, ടണലിംഗ്, വെള്ളപ്പൊക്ക സംരക്ഷണം എന്നിങ്ങനെ വിവിധ അടിസ്ഥാന സൗകര്യ പദ്ധതികളിൽ ബോർഡ് പൈലുകൾ ഉപയോഗിക്കാം. സ്ക്രൂ പൈലിംഗ്. സ്ക്രൂ പൈലിംഗ് ഹെലിക്കൽ പൈലിംഗ് എന്നും അറിയപ്പെടുന്നു. ആഴത്തിലുള്ള അടിത്തറ സൃഷ്ടിക്കുന്നതിന് നിലത്ത് ഹെലിക്സുകളുള്ള സ്റ്റീൽ ഷാഫ്റ്റുകൾ സ്ഥാപിക്കുന്ന ഒരു നിർമ്മാണ രീതിയാണ് ഇത്. ഓഗർ പൈലിംഗ്. ഓഗർ പൈലിംഗ് എന്നത് ഒറ്റ ഓപ്പറേഷനിൽ ഡ്രിൽ ചെയ്ത് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരുതരം രീതിയാണ്. ഭൂരിഭാഗം നിർമ്മാണ പദ്ധതികൾക്കും ഈ പൈലിംഗ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ചു വരുന്നു. എല്ലാതരം ഗ്രൗണ്ട് കണ്ടീഷൻസിനും അനുയോജ്യമാണ് ഈ പൈലിംഗ് സാങ്കേതിക വിദ്യ. വിവിധ തരം പൈലിംഗ് ടെക്നിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. എൻഡ് ബിയറിംഗ് പൈലിംഗ്. എൻഡ് ബിയറിംഗ് പൈലിംഗ് എന്നത് ഒരു കെട്ടിടത്തിന്റെ സൂപ്പർ സ്ട്രക്ചറിൽ നിന്ന് താഴെയുള്ള മണ്ണിന്റെയോ പാറയുടെയോ ശക്തമായ പാളിയിലേക്ക് ലോഡ് മാറ്റുന്ന ആഴത്തിലുള്ള അടിത്തറയാണ്. പാലങ്ങൾ, ഫാക്ടറികൾ, സ്റ്റേഡിയങ്ങൾ തുടങ്ങിയ വലിയ സ്ട്രക്ചറുകൾക്കും മണ്ണ് വളരെയധികം അടിഞ്ഞുകൂടുന്ന സാഹചര്യങ്ങളിലും ഇവ ഉപയോഗിക്കുന്നു. ഫ്രിക്ഷൻ പൈലിംഗ്. ദുർബലമോ അസ്ഥിരമോ ആയ മണ്ണിന്റെ ഘടനയുടെ ഭാരം താങ്ങാൻ ഘർഷണം ഉപയോഗിക്കുന്ന ഒരുതരം ഭൂഗർഭ പൈലിംഗ് സംവിധാനമാണ് ഫ്രിക്ഷൻ പൈലിംഗ്. കോമ്പോസിറ്റ് പൈലിംഗ്. കോൺക്രീറ്റ് അല്ലെങ്കിൽ സ്റ്റീൽ മാറ്റി സ്ഥാപിക്കുന്നതിനോ സംരക്ഷിക്കുന്നതിനോ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക്കുകൾ, ഫൈബർ റീഇൻഫോഴ്സ്ഡ് പോളിമറുകൾ പോലുള്ള വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരുതരം പൈൽ ഫൗണ്ടേഷനാണ് കോമ്പോസിറ്റ് പൈലുകൾ. സമുദ്ര പരിസ്ഥിതികൾ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ ഇവ ഉപയോഗിക്കുന്നു. മാത്രമല്ല, ഈട്, ശക്തി, നാശത്തിനെതിരായ പ്രതിരോധം എന്നിവയ്ക്ക് ഇവ പേരുകേട്ടതാണ്. പ്രധാനപ്പെട്ട പൈലിംഗ് മെഷീൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. പൈൽ ഡ്രൈവേഴ്സ്, ഡ്രില്ലിംഗ് റിഗ്സ്, സ്ക്രൂ പൈലിംഗ് മെഷീൻസ്, ഓഗർ മെഷീൻസ്. പൈലിംഗ് എന്ന വളരെ സങ്കീർണമായ ഒരു സാങ്കേതിക വിദ്യയുടെ ലഘുവിവരണം മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്കായി കമന്റിലൂടെ ആവശ്യപ്പെടാവുന്നതാണ്. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ടെക്കി മീഡിയ.